അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠന ക്ലാസ്സുകൾ എന്നുള്ള നമ്മുടെ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ഖുർആന്റെ യഥാർത്ഥമായ തഫ്സീർ, വിശദീകരണങ്ങൾ പൊതുജനങ്ങളെ കാതിലേക്ക് എത്തിക്കലാണ്. അതുവഴി അവർ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെക്കുറിച്ച് ചിന്തിക്കണം, ഹിദായത്തിലേക്ക് എത്തണം, യഥാർത്ഥമായ വഴിയിലേക്ക് എത്തണം എന്നതാണ് ഇതിന്റെ താല്പര്യം. ശരിക്കും അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരു ആയത്ത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ ആയത്തിന് ഒരുപാട് വിശദീകരണങ്ങൾ ഉണ്ടാവും, ഒരുപാട് തഫ്സീറുകൾ നമ്മൾ പലരും നോക്കിക്കഴിഞ്ഞാൽ വിവിധങ്ങളായ വിശദീകരണങ്ങൾ ഉണ്ടാവും. അതിൽ പല വിശദീകരണങ്ങളും പരസ്പരം യോജിപ്പില്ലാത്തതായിരിക്കും, വൈരുദ്ധ്യമുള്ളതായിരിക്കും. എങ്കിലും നമ്മൾ തള്ളാറില്ല. നമ്മളെല്ലാവരെയും നമ്മൾ നല്ലവരായി കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ യോജിപ്പിച്ച് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കാറ്. പക്ഷെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ അള്ളാഹു പറയുന്നത് എന്താണ്? ഇത് അള്ളാഹുവിൽ നിന്നല്ല എന്നുണ്ടെങ്കിൽ അതിൽ പരസ്പരം വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുമായിരുന്നു എന്ന് പറയുമ്പോൾ തഫ്സീറുകളുള്ള വൈരുദ്ധ്യങ്ങള് ഒക്കെ പ്രശ്നമാണ്. നമുക്ക് അറിയേണ്ടത് എന്താണ്? അള്ളാഹു തആല എന്തിനു വേണ്ടിയാണ് ഈ ഖുർആൻ ഇറക്കിയത്? കാരണം അള്ളാഹുവിന് ജനങ്ങളോട് ഇടപഴകാന്, സാധാരണക്കാരോട് ഇടപഴകാൻ അള്ളാഹുവിന്റെ ഖുർആൻ കലാമല്ലാതെ മറ്റൊന്നുമില്ല. എന്നാൽ കലാമിന്റെ യഥാർത്ഥ വശം, യഥാർത്ഥമായ ആശയം നമുക്ക് കിട്ടിയില്ല എങ്കിൽ അള്ളാഹുവിന്റെ ഉദ്ദേശം നടപ്പിലാവുന്നില്ല. അള്ളാഹുവിന്റെ ഉദ്ദേശം നടപ്പിലാക്കലാണ് യഥാർത്ഥമായ പണ്ഡിതന്മാരുടെ ധർമ്മം. അപ്പൊ അതിന് ഏത് വഴിയാണ് അവർ സ്വീകരിക്കേണ്ടത് ആ വഴി അവർ സ്വീകരിക്കും. അതല്ലാത്ത വഴികൾ സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഉദ്ദേശം ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ഖുർആൻ വിശദീകരണത്തിന് ഒരുപാട് മാനദണ്ഡങ്ങള് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ മാനദണ്ഡങ്ങളൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് വെക്കണം. കാരണം അള്ളാഹുവിന്റെ ഗ്രന്ഥം മനസ്സിലാക്കുന്നതിന് അള്ളാഹുവിനോടൊരു ബന്ധമാണ്. ആ ബന്ധം വഴി ഖുർആന് നേടിയ ആളുകൾക്ക് ഖുർആൻ ശരിക്കും വിശദീകരിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഖുർആന് പല കാര്യങ്ങളുണ്ട്. ഖുർആൻ ഹിഫ്ളാക്കുന്ന ഒരു വിഷയം, അതേപോലെ തന്നെ ഖുർആന്റെ ഉച്ചാരണങ്ങള്, തജ്വീദ്, അതേപോലെ ഖുർആന്റെ അവതരണ പശ്ചാത്തലങ്ങള്, ഒരുപാട് കാര്യങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വേണ്ടത് എന്താണ്? ഇതൊന്നുമല്ല. ഖുർആന്റെ അള്ളാഹു അതിന്റെ പിന്നില് എന്താണ് ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം അറിയലാണ്. അള്ളാഹുവിന്റെ റസൂലാണല്ലോ ഖുർആൻ അവർക്ക് കാഴ്ചവെച്ചത്. ആദ്യമായി ഖുർആൻ ഇറങ്ങിയത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൃദയത്തിലേക്കാണ്, കൽബിലേക്കാണ്. ആ കൽബിൽ നിന്നാണ് ഖുർആന് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തത്. ഇതേപോലെ വിശദീകരിക്കാൻ കഴിയുന്ന ഒരാൾ വേണം നമുക്ക് ഖുർആൻ അറിയണമെങ്കിൽ. കാരണം നമ്മൾ ഖുർആൻ സ്വീകരിക്കുന്നത് ഒരാളെ കൽബിൽ നിന്നല്ല, കിതാബിൽ നിന്നാണ്. കിതാബിൽ നിന്നാവുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ വൈരുദ്ധ്യം വരാൻ സാധ്യതയുണ്ട്, വരുന്നുണ്ട്. എന്നാൽ അള്ളാഹു ഈ ഖുർആന്റെ വിശദീകരണത്തിന് ഒരു ശൈലി വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കൽബിയായ ജ്ഞാനം കിട്ടിയവരുണ്ട്. അവരെ കൽബിലേക്ക് അള്ളാഹു തആല ഖുർആന്റെ സാമ്രാംശങ്ങള്, ഖുർആന്റെ ഉൾപ്പെടലുകൾ ഒക്കെ ഇറക്കി കൊടുക്കുന്നുണ്ട്. അതുവഴി അവർ കൃത്യമായിട്ട് ഖുർആനെ വ്യാഖ്യാനിച്ചു തരും. അങ്ങനെ ഖിയാമത്ത് നാളോളം ഖുർആൻ വ്യാഖ്യാനിക്കുന്ന യഥാർത്ഥ വ്യാഖ്യാതാക്കൾ അവൈലബിൾ ആണ്. പക്ഷെ അവരെ കണ്ടുമുട്ടലാണ് പ്രശ്നം. അവരെ കണ്ടുമുട്ടാൻ സാധിക്കാത്ത ആളുകള് അവർക്ക് കിട്ടിയ തഫ്സീറുകള്, കിതാബ് വഴിയായത്, കിതാബിയ രൂപത്തിൽ കിട്ടിയത് അവരത് വായിച്ച് അത് മനസ്സിലാക്കി വെക്കും. അപ്പൊ അത് യഥാർത്ഥമായിക്കൊള്ളണം എന്നില്ല. അതായത് യഥാർത്ഥങ്ങൾ അതിലുണ്ടാവാം, മിക്സായിരിക്കാം. പക്ഷെ അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ നമുക്ക് കിട്ടുന്ന സമയത്ത് ഒന്നും അയാഥാർത്ഥ്യമായിക്കൂടാ, ഒക്കെ യാഥാർത്ഥ്യങ്ങളായിരിക്കണം. യാഥാർത്ഥ്യങ്ങളല്ലാത്ത ഒന്നോ രണ്ടോ ആയത്തുകൾ നമ്മളെ കയ്യിൽ കിട്ടിയാൽ എന്തായി പോകും? അത് വഴികളിലേക്ക് നയിച്ചേക്കാം. അപ്പൊ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങൾ. അപ്പൊ നമുക്ക് കിട്ടുന്ന ആ സന്ദേശങ്ങളിൽ മായം വരാതെ സൂക്ഷിക്കല് നമുക്ക് ആവശ്യമാണ്. അതിന്റെ ആവശ്യകത കണ്ടറിഞ്ഞുകൊണ്ട് നമ്മൾ അന്വേഷിക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം, ഹിദായത്തിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കണം. ഇതൊക്കെ ചെയ്യുന്നവർക്ക് അള്ളാഹു തആല അതിനുള്ള വഴികൾ ഒരുക്കി കൊടുക്കും. അപ്പൊ അള്ളാഹുവിന്റെ സൂഫിയാകളിൽപ്പെട്ട, മശായിഖന്മാരിൽപ്പെട്ട ഒരാളെ കണ്ടെത്തുക, ആ കണ്ടെത്തിയ വ്യക്തി അള്ളാഹുവിന്റെ യഥാർത്ഥമായ ബലിയാണെന്ന് ഉറപ്പിച്ച ശേഷം പിന്നീട് അവിടെ നിന്നാണ് നമ്മൾ ഖുർആന്റെ സാമ്രാംശങ്ങൾ, ഖുർആന്റെ ഉൾപ്പൊരുളുകൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ നമ്മള് ബാക്കി ഇതര വഴികൾ തേടി നടന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഖുർആന്റെ ഏതെങ്കിലും അർത്ഥം കിട്ടുള്ളൂ, അള്ളാഹ് ഉദ്ദേശിച്ച അർത്ഥം കിട്ടൂല. ഇത് ബോധ്യപ്പെടുന്ന ആളുകൾക്ക് ശരിക്കും ഈ ക്ലാസ്സുകള് അവർക്ക് എന്താവും, ഉപകാരപ്പെടും.
അതല്ല തജ്വീദ് അല്ലെങ്കിൽ മറ്റു വല്ല വിഷയങ്ങളും മാനദണ്ഡങ്ങളൊക്കെ നോക്കി നടക്കുന്ന ആളുകൾക്ക് അവർക്ക് യോജിച്ച രീതിയിലുള്ള ഖുർആൻ കിട്ടും. പക്ഷെ അള്ളാഹു ഉദ്ദേശിച്ച ഖുർആൻ കിട്ടൂല. ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെ അന്വേഷകന്മാരായ ഖുർആൻ പഠിതാക്കൾക്ക് ഈ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സുകള് ഘട്ടം ഘട്ടമായിട്ട് ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 1 സമയമനുസരിച്ച് സമയത്തിന്റെ സൗകര്യം അനുസരിച്ചിട്ട് ഇടുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.